وما النصر إلا من عند الله العزيز الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ അഅമ്മ ജുസ്ഇലെ ചെറിയ എന്നാൽ വളരെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തു സൽസല. സൽസല എന്നാൽ പ്രകമ്പനം, അതുപോലെ കുലുക്കമെന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകരമായ രംഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യനാൾ നമ്മെ ഏവരെയും കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസാനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദുനിയാവ് എന്നേക്കും ഉള്ളതല്ല. ഈ ഭൂമിയും ആകാശങ്ങളും ഒന്നും ശാശ്വതമല്ല. മറിച്ച് അള്ളാഹു അതിനെ മാറ്റിക്കളയുന്ന, ഈ ലോകത്തെ മനുഷ്യരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന, പരലോകം കൊണ്ടുവരുന്ന ഒരു നാളുണ്ട്. അതാണ് അന്ത്യനാൾ. നോക്കൂ, ഈ സൂറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദി യസ്ദുറു الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബ്ഹ് നിസ്കാരത്തിൽ ഈ സൂറത്ത് ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും പാരായണം ചെയ്തതായി ഹദീസുകളിൽ കാണാം. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് ആദ്യത്തെ റക്അത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ രണ്ടാമത്തെ റക്അത്തിൽ മറ്റൊരു സൂറത്ത് ഓതുക എന്നതാണ്. എന്നാൽ ആ പതിവിൽ നിന്ന് വിപരീതമായി ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാരത്തിൽ, സുബ്ഹിനാകട്ടെ, പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി 4 നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൽ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഈ ചെറിയ സൂറത്ത് പാരായണം ചെയ്തു. അത് ഉദ്ധരിച്ച സഹാബി പറയുന്നതായി കാണാം, എനിക്കറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുകൊണ്ട് അങ്ങനെ ചെയ്തതാണോ, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം തന്നെ ചെയ്തതാണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം ചെയ്തു എന്ന നിലക്ക് തന്നെയാണ് പൊതുവെ ഹദീസുകളെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. കാരണം അസ്ൽ അതാണ്, അടിസ്ഥാന നിയമം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, പ്രത്യേകിച്ച് സംസ്കാരത്തിലെ കാര്യം, അവിടുന്ന് കരുതി കൂട്ടി ചെയ്യുക എന്നത് തന്നെയാണ് അടിസ്ഥാനം. അതുകൊണ്ട് അത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. നോക്കൂ, എന്താണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഇദാ സുൽസിലത്ത്, പ്രകമ്പനം കൊണ്ടാൽ, അൽ അർദു ഭൂമി, സിൽസാലഹ അതിൻ്റെ പ്രകമ്പനം, ഭൂമി അതിൻ്റെ കുലുക്കം കുലുങ്ങിയാൽ, വഅഖ്റജത്തിൽ അർദു അത്ഖാലഹ, വഅഖ്റജത്ത് പുറത്തേക്കിട്ടാൽ, അൽ അർദു ഭൂമി, അത്ഖാലഹ അതിൻ്റെ ഭാരങ്ങൾ, അത് ചുമന്നിരുന്ന ഭാരങ്ങൾ അത് പുറമേക്ക് തള്ളിയാൽ. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഹജ്ജ് ആരംഭിച്ചത് എങ്ങനെയാണ്?
يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد يا أيها الناس ومنشر اتقوا ربكم നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം അന്ത്യനാളിൻ്റെ പ്രകമ്പനം എന്നാൽ അത് അതിഭയാനകരമായ ഒരു കാര്യം തന്നെയാണ് യൗമ തറൗനഹ അത് കാണുന്ന വേളയിൽ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് മുലയൂട്ടുന്ന ഓരോ പെണ്ണും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെക്കുറിച്ച് അശ്രദ്ധയിലായി പോകും, അതിനെ ശ്രദ്ധിക്കാതായി പോകും. وتضع كل ذات حمل حملها ഗർഭിണികളായ ഓരോ പെണ്ണും തൻ്റെ ഗർഭം പ്രസവിച്ചു പോകുന്നതാണ്. وترى الناس سكارى وما هم بسكارى ജനങ്ങളെ ഒരുതരം മത്ത് ബാധിച്ചതുപോലെ നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബ് അല്ലാഹി ശദീദ്, എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് അതികഠിനമാണ്. ഇങ്ങനെ ഭൂമി വലിയ പ്രകമ്പനം കൊള്ളുന്ന നാളാണ് അന്ത്യനാൾ. വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. വഇദൽ അർദു മുദ്ദത്, ഭൂമി അത് നീണ്ടുപോകും. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, അതിലുള്ളത് അത് പുറത്തേക്കിടും. വതഖല്ലത്, അങ്ങനെ ഭൂമി ശൂന്യമായി തീരും. ഈ സൂറത്തു സൽസലയിൽ പറഞ്ഞതുപോലെ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറംതള്ളുന്നതാണ്. എന്താണ് ഭൂമിയുടെ ഭാരം? ഈ ഭൂമിയുടെ വലിയ പ്രത്യേകതയാണ് അള്ളാഹു ഈ ഭൂമിയെ നമുക്ക് ജീവിച്ചിരിക്കുകയും മരിച്ചാലും ഉള്ള വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്നത്. അള്ളാഹു മണ്ണിൽ നിന്നാണ് നമ്മെ പടച്ചത്, മണ്ണിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകും, മണ്ണിൽ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മിൻഹാ ഖലഖനാകും, അതിൽ നിന്ന് മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, അതിലേക്ക് നാം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. വമിൻഹാ നുഖ്രിജുകും, അതിൽ നിന്ന് തന്നെ നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരും. താറതൻ ഉഖ്റാ, ഒരു തവണ കൂടി. ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ മാതാവിനെ പോലെ, മാതാവിൻ്റെ വയറ്റിൽ നിന്ന് മനുഷ്യരെങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത്, ഉമ്മയുടെ വയറ്റിൽ നിന്ന് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത്, അതുപോലെ മണ്ണിൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നു. അതിലേക്ക് തന്നെ അവൻ തിരിച്ചു പോകും. അതിൽ നിന്ന് തന്നെ അള്ളാഹു അവനെ പുറത്തേക്ക് കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമി ജീവിച്ചിരിക്കുന്നവർക്ക് താഴെ ചവിട്ടി നടക്കാനും അതിനു മുകളിൽ വീടുകൾ ഉണ്ടാക്കാനും താമസിക്കാനും കൃഷി ചെയ്യാനും എല്ലാം അള്ളാഹു സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചാലോ മൺമറഞ്ഞവരെ, മരിച്ചുപോയവരെ അതിൽ തന്നെ അടക്കാൻ അതിനും ഈ ഭൂമി തന്നെ മതി. അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമിയെ നാം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും മതിയായതാക്കിയില്ലേ? ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാം, മരിച്ചവരെ അതിൽ തന്നെ ഖബറടക്കും. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് ഈ ഭൂമി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ വല്ലതും കുഴിച്ചിടാനോ മറ്റോ അത് കുഴിക്കേണ്ട ആവശ്യം നമുക്ക് വന്നാൽ കുഴിക്കാൻ സാധിക്കും. ആ രൂപത്തിലാണ് മണ്ണ്. എന്നാൽ ഇതേ മണ്ണ് കുഴിക്കാൻ സാധിക്കുന്ന ഇതേ മണ്ണിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ അതിൽ ആണ്ടുപോകുന്നില്ല. ഇതേ മണ്ണിന് മുകളിൽ വലിയ ഭാരമേറിയ പടുകൂറ്റൻ എത്രയോ നിലകളുള്ള കെട്ടിടങ്ങൾ പണിയാൻ പ്രയാസമില്ല, അത് താഴ്ന്നു പോകുന്നില്ല. നോക്കൂ, സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇതുപോലെ നിശ്ചയിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയെ ആരുണ്ട് നമുക്കിത് നിശ്ചയിച്ചു തരാൻ? ഭൂമിയെ ഇതുപോലെ അള്ളാഹു നമുക്ക് വിരിപ്പാക്കി തന്നില്ല എങ്കിൽ ആർക്കാണ് അതിന് സാധിക്കുക? ഒരാൾക്കും സാധിക്കുകയില്ല. അതുപോലെ ഭൂമിയുടെ പ്രത്യേകതയാണ് അതിനുള്ളിൽ നിധികളും വിളപിടിപ്പുള്ള പലതും ഉണ്ട് എന്നത്. ഭൂമി അത് നിധികൾ നിറഞ്ഞതാണ്. അതിൻ്റെ പല ഭാഗത്തും അങ്ങനെ പലതുമുണ്ട്. ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യർ വിലയേറിയ പലതും കുഴിച്ചെടുക്കുന്നത്. ഭൂമിയിൽ നിന്ന് അമൂല്യമായ പലതും ആളുകൾ കുഴിച്ചെടുക്കുന്നുണ്ട്.
അത് പണ്ട് ആളുകൾ കുഴിച്ചിട്ടതും അല്ലാത്തതുമായ പലതും അതിൽ കാണാം. അതെല്ലാം ഭൂമി പുറത്തേക്ക് തള്ളും. ഏതിനെ? ഭൂമിയിൽ ഖബറടക്കപ്പെട്ട മയ്യിത്തുകൾ. അത് ഖിയാമത്ത് നാളായാൽ അവരെല്ലാം പിളർന്ന് പുറത്തേക്ക് വരും. അതുപോലെ ഭൂമിയിലെ സ്വർണവും അതുപോലുള്ള വെള്ളിയും മറ്റുമെല്ലാം ഖിയാമത്ത് നാളായാൽ പുറത്തേക്ക് വരുന്നതാണ്. മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖീഉൽ അർദു അഫ്ലാദ കബിദിഹാ. തഖീഉൽ അർദ്, ഭൂമി ഛർദ്ദിക്കുന്നതാണ്, പുറത്തേക്ക് തള്ളുന്നതാണ്. അഫ്ലാദ കബിദിഹാ, അതിൻ്റെ കരളും അതുപോലെ അതിൻ്റെ കഷ്ണങ്ങളുമെല്ലാം, അതിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഭൂമി പുറത്തേക്ക് തള്ളും. അംസാലൽ ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദ, അങ്ങനെ വലിയ കുമ്പാരം കണക്കെ സ്വർണവും വെള്ളിയുമെല്ലാം ഭൂമിക്ക് മുകളിലേക്ക് വരും. ഫയജീഉൽ ഖാതിൽ, അന്ന് കൊലപാതകം നടത്തിയവൻ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, ഫീ ഹാദാ ഖതൽതു, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ആളുകളെ കൊന്നുകളഞ്ഞത്. ഇത് ആർക്കും വേണ്ടാത്ത രൂപത്തിൽ, ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ സ്വർണവും വെള്ളിയുമെല്ലാം ഭൂമിക്ക് മുകളിൽ അത് പുറന്തള്ളിയിരിക്കുന്നു. വയജീഉൽ ഖാതി, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ അവൻ വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, ഫീ ഹാദാ ഖതഅതു റഹിമി, ഇതാ ഇതിൻ്റെ പ്രശ്നത്തിലായിരുന്നല്ലോ, ഇതിൻ്റെ പേരിലായിരുന്നല്ലോ ഞാൻ എൻ്റെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞത്. വയജീഉ സാരിഖ്, മോഷ്ടാവ് വരും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ഫീ ഹാദാ ഖുതഅത് യദി, ഇതിനു വേണ്ടിയാണല്ലോ എൻ്റെ കൈ മുറിക്കപ്പെട്ടത്, ഇത് മോഷ്ടിച്ചതിൻ്റെ പേരിൽ. ثم يدعونه فلا يأخذون منه شيئا, അവരെല്ലാം അത് ഉപേക്ഷിച്ചു പോകും. ഒന്നുപോലും ഒരു ചെറിയ ഭാഗം പോലും, ഒരു തുള്ളി പോലും അവർ അതിൽ നിന്ന് എടുക്കുകയില്ല. ഇങ്ങനെ സമ്പത്തിനൊരു വിലയുമില്ലാത്ത കാലം വരുന്നതാണ്. ഖിയാമത്തിൻ്റെ അടയാളമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് പരന്നൊഴുകും, അന്ത്യനാൾ അടുത്താൽ സംഭവിക്കുന്നതാണ്. അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള ഒന്നാണ് സമ്പത്ത് പരന്നൊഴുകും. അങ്ങനെ ആളുകളുടെ കയ്യിലെല്ലാം സമ്പത്തുണ്ടാകും. അങ്ങനെ കൈ നിറയെ സ്വർണവുമായി ഒരാൾ അത് സദഖ നൽകാൻ വേണ്ടി ഒരാളുടെ വാതിലിൽ മുട്ടും. വാതിൽ തുറന്നപ്പോൾ ആൾ എന്താണ്, നിറയെ സ്വർണവുമായി വന്നിരിക്കുകയാണ് ദാനം നൽകാൻ. വാതിൽ തുറന്നയാൾ പറയും, ഇന്നലെ വന്നിരുന്നെങ്കിൽ ആവശ്യമുണ്ടായിരുന്നു, ഇന്ന് ആവശ്യമില്ല, ഇന്ന് പണമുണ്ട്. ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇത് സ്വീകരിക്കാമായിരുന്നു, ഇന്ന് ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളും എന്ന് പറഞ്ഞ് തിരിച്ചയക്കും. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിൽ സമ്പത്ത് പരന്നൊഴുകുന്ന കാലം വരും. ആർക്കും അത് വേണ്ടാത്ത അവസ്ഥ വരും. കാരണം ഇത് ആളുകളുടെ കയ്യിൽ, ചിലരുടെ കയ്യിൽ ഉണ്ടാവുകയും ചിലരുടെ ഇത് കുറയുകയും ഈ രൂപത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്ക് അതിനോട് ആർത്തി ഉണ്ടാവുക, അത് നേടിയെടുക്കാനുള്ള പ്രിയമുണ്ടാവും. അതേസമയം അന്ത്യനാളിൽ അതാ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറന്തള്ളും. അപ്പോൾ ആർക്കും അത് വേണ്ടാതായിത്തീരും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. വഖാലൽ ഇൻസാൻ, മനുഷ്യൻ പറയും, മാലഹ, എന്താണ് അതിന് സംഭവിച്ചത്, ഈ ഭൂമിക്ക് എന്തു പറ്റി? മനുഷ്യൻ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ ഭൂമിയെക്കുറിച്ച് പറയും, എന്താണ് ഇതിന് സംഭവിച്ചത് എന്ന്. മനസ്സിലാകുന്നില്ല ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്ന്. അതാകെ മാറിയിരിക്കുകയാണ്. അവൻ പരിചയിച്ചിട്ടുള്ള, അവൻ ചവിട്ടി നടന്നിട്ടുള്ള, അവന് നേരത്തെ പരിചയമുണ്ടായിരുന്ന തരത്തിലുള്ള ഭൂമിയല്ല. ഭൂമിയുടെ സ്ഥിതി മാറുകയാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, യൗമഇദിൻ, അന്നേ ദിവസം, തുഹദ്ദിസു, ഭൂമി സംസാരിക്കുന്നതാണ്, അഖ്ബാറഹ, അതിൻ്റെ ഖബറുകൾ, അതിൻ്റെ വിവരങ്ങൾ ഭൂമി സംസാരിക്കും. ബിഅന്ന റബ്ബക ഔഹാ ലഹ, ബിഅന്ന റബ്ബക, നിന്റെ റബ്ബ്, ഔഹാ ലഹ, അതിന് ബോധനം നൽകിയത്, അതിന് പറഞ്ഞു കൊടുത്തത്, അതിന് വഹി നൽകിയത് കാരണത്താൽ അള്ളാഹു ആണ് അതിനെ സംസാരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭൂമി സംസാരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഭൂമി എന്താണ് സംസാരിക്കുക? അതിനു മുകളിൽ നടന്നിട്ടുള്ള ഹൈറോ ഷറോ ആയ കാര്യങ്ങൾ ഭൂമി സംസാരിക്കും. നമ്മൾ ഏത് ഭൂമിയുടെ മുകളിലാണുള്ളത് അത് സംസാരിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബാങ്ക് വിളിക്കുന്ന ആൾ, അദാൻ വിളിക്കുന്ന ആളെക്കുറിച്ച് സാക്ഷ്യം പറയും. ആര്?
ആ ബാങ്ക് കേൾക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം, കല്ലും മരവും എല്ലാം അത് വിളിച്ചവർക്ക് വേണ്ടി സാക്ഷി പറയും എന്ന ഹദീസിലുള്ളതുപോലെ ഖൈറും ഷർറുമായത് മുഴുവൻ ഈ ഭൂമി സാക്ഷ്യം പറയും. അതുകൊണ്ട് ഈ ഭൂമിയെ സൂക്ഷിക്കണം, ഈ ഭൂമിയെ സൂക്ഷിക്കണം. മാതാവിനെ, ഉമ്മയെ ഒരാൾ സൂക്ഷിക്കുകയില്ലേ? ഉമ്മയെ ഒരാൾ സൂക്ഷിക്കും. ഉമ്മ കാണുക തിന്മകൾ ചെയ്യാൻ ആരാണ് ഇഷ്ടപ്പെടുക? ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതുപോലെ പുറത്തു വന്നതാണ്. ഈ ഭൂമി ആകട്ടെ സാക്ഷ്യം പറയുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഭൂമിയോട് മോശമായത് പ്രവർത്തിക്കാൻ പാടില്ല. അള്ളാഹു ഖുർആനിൽ പറയും, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അത് നന്നായതിനു ശേഷം, അതിനെ നന്നാക്കിയതിനു ശേഷം. എന്താണ് ഭൂമിയിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കാൻ ശ്രമിക്കുക, ഭൂമി പ്രശ്നത്തിലാക്കി തീർക്കുക എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ആ ഭൂമി പുറത്ത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. ആളുകൾ പറയാറില്ല പ്രകൃതി സംരക്ഷിക്കണം, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ പ്രകൃതിയെ സംരക്ഷിക്കണം, നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഭൂമിയെ, അതിൻ്റെ പച്ചപ്പും അതിൻ്റെ ഈ പ്രകൃതി രമണീയതയും ഒക്കെ നിലനിർത്തണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ നാളെ നമുക്ക് വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന പലരും ഈ ഭൂമി കുഴപ്പത്തിലാക്കി തീർക്കാതിരിക്കാൻ അവരുടെ മക്കളെ സംരക്ഷിക്കാറില്ല. തിരിച്ചു ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലെ വായുവും മണ്ണും വെള്ളവും ഒന്നും മലിനമാക്കാതെ അടുത്ത തലമുറയ്ക്ക് കൂടി ഇതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന പലരും എന്ത് ചിന്തിക്കാറില്ല? ഇവിടെ വലിയ കുഴപ്പങ്ങൾ അടുത്ത തലമുറ വരുത്തി തീർക്കാതിരിക്കുക, തലമുറയെ നന്നാക്കണം എന്ന് ചിന്തിക്കാറില്ല, അതിന് സംരക്ഷിക്കണം എന്ന് ചിന്തിക്കാറില്ല. പക്ഷെ ഭൂമി ഇങ്ങനെ സംരക്ഷിക്കണം. അവർ പറയുന്ന സംരക്ഷണം ഏത് കാര്യത്തിൽ ഒതുങ്ങും? ആകെ ഒതുങ്ങാൻ നിങ്ങൾ കുന്നിടിക്കരുത്, നിങ്ങൾ ഇപ്പോൾ പ്ലാസ്റ്റിക് കളയാൻ പാടില്ല, അതുപോലെ നിങ്ങൾ മരം മുറിക്കരുത്. ഇതിൽ മാത്രമേ അവരുടെ പലരുടെയും സംസാരം ഒതുങ്ങുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതാകട്ടെ പലപ്പോഴും ഖുർആനിലും സുന്നത്തിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു വൻപാപമായോ മറ്റോ ഒന്നും എണ്ണിയിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത് കണ്ടിട്ടുണ്ടോ? ഒരു വൻ പാപമായോ മറ്റോ എണ്ണിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ പലതും. ഈ പറയപ്പെട്ട പ്രകൃതി നശീകരണമാണ് എന്നിവർ പറയുന്നത് പലതും ആവശ്യങ്ങൾക്ക് ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആളുകൾ വലിയ കുറ്റമായി, എന്തോ വലിയ പാതകമായി പറയുന്നത് പലതിൻ്റെയും ദീനിലെ ശറഈലെ സ്ഥിതി അങ്ങനെയാണ്. മനുഷ്യരുടെ പല ആവശ്യങ്ങൾക്കും ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ അനുവദിക്കപ്പെട്ടതാണ് പലതും. കുന്നിടിക്കലും മരം മുറിക്കലുമെല്ലാം അതിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ അതെല്ലാം വലിയ പാതകമായി പറയുന്ന, അതുകൊണ്ടെല്ലാം ഭൂമി നശിച്ചു പോകും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഭൂമിയിലെ വലിയ നശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഭൂമി നശിപ്പിക്കുന്ന, നാട്ടിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ദുരന്തങ്ങൾ വരുത്തി വെക്കുന്ന കാര്യം ആ ഭൂമി പുറത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതാണ്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക, റബ്ബിൻ്റെ ഭൂമിയിലൂടെ നടന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുക, തിന്മകൾ പ്രവർത്തിക്കുക, ഇതെല്ലാം ഭൂമിയിലെ ഫസാദാണ്. അതാണ് ഏറ്റവും വലിയ ഫസാദ്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا ولعلهم يرجعون قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين. അള്ളാഹു പറഞ്ഞു, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ കരയിലും കടലിലും ബറിലും ബഹറിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബറും ബഹറും എന്നതിന് രണ്ട് വിശദീകരണങ്ങൾ പ്രധാനമായി പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കരയും കടലും, മറ്റൊന്ന് ബർ എന്നാൽ ജലാശയങ്ങളില്ലാത്ത നാടുകൾ, ബഹർ എന്നാൽ ജലാശയങ്ങളുള്ള നാടുകൾ. ഇവിടെ എല്ലാം കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ. ഈ കുഴപ്പങ്ങൾ എന്തിനാണ് വരുന്നത്? അള്ളാഹു അവർ ചെയ്ത ചിലതിൻ്റെ ശിക്ഷ അനുഭവിപ്പിക്കാൻ, അവർ തിരിച്ചു മടങ്ങാൻ, നന്നാവാൻ വേണ്ടി. ദുരന്തങ്ങൾ പലതും അള്ളാഹു അനുഭവിപ്പിക്കുന്നത് ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഫലം ദുനിയാവിൽ തന്നെ അനുഭവിച്ച് പരലോകത്ത് രക്ഷപ്പെടാനാണ്. അതുപോലെ തൗബയിലേക്ക് മടങ്ങാനും
മുഅ്മിനുകൾക്ക് അത് പാപമോചനമായി തീരും. അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ചവർ അതുപോലുള്ള ദുരന്തങ്ങൾ മുഖേന ചിന്തിക്കാനും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാനും കാരണമാകും. ശേഷം അള്ളാഹു പറയണം, ഖുൽ സീറു ഫിൽ അർദ്, പറയുക ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ. ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ, മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ പങ്കുചേർത്തവരായിരുന്നു, മുശ്രിക്കുകളായിരുന്നു. ഷിർക്ക് പോലെ ഭൂമിയുടെ മുകളിൽ ചെയ്യുന്ന ഒരു ഫസാദുമില്ല, ഒരു കുന്നിടിക്കലും ഒരു മരം മുറിക്കലും അതിനോളം വരികയില്ല. അതുപോലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒരു കുന്നിടിച്ചാലും വരാൻ പോകുന്നു, ഒരു മരം മുറിച്ചാലും വരാൻ പോകുന്നു. അതുകൊണ്ട് വലുതേത് ചെറുതേത് ഏതാണ് യഥാർത്ഥ ഫസാദ് എന്ന് മുഅ്മിനുകൾ ചിന്തിക്കണം. അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക. എന്തിന്? ഭൂമിയിൽ ഫസാദ് ഉണ്ടാകാതിരിക്കാൻ, വലിയ ശിക്ഷകൾ വരാതിരിക്കാൻ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക സാധിക്കുന്നതുപോലെ. ഈ ഭൂമി അതിനു മുകളിൽ നടന്നിട്ടുള്ള ഖൈറോ ഷർറോ ആയ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതാണ്, സാക്ഷി പറയുന്നതാണ്. നമ്മുടെ കൈകൾ സാക്ഷി പറയുന്നത് പോലെ, കൈകൾ സംസാരിക്കുന്നത് പോലെ, തൊലികൾ സംസാരിക്കുന്നത് പോലെ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും, അള്ളാഹു പറഞ്ഞില്ലേ, അവരുടെ വായ്ക്ക് നാം അന്ന് മുദ്ര വയ്ക്കുന്നതാണ്, അവരുടെ കൈകൾ സംസാരിക്കുന്നതാണ്, കാലുകൾ സാക്ഷി പറയുന്നതാണ്. ഇതുപോലെ ഭൂമി സംസാരിക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. അതിൻ്റെ റബ്ബ് ബിഅന്ന റബ്ബക, നിന്റെ റബ്ബ് ഔഹാലഹ, അതിന് വഹീ നൽകിയത് കാരണത്താൽ, അതിനോട് സംസാരിക്കാൻ പറഞ്ഞത് കാരണത്താൽ. നിങ്ങൾ നോക്കൂ, ഭൂമിയിൽ നല്ല കർമ്മങ്ങളുടെ ഫലങ്ങളുണ്ടാകും, മോശം കർമ്മങ്ങളുടെയും ഫലമുണ്ടാകും. ആകാശത്തും അതെ. ഫിറഔനെയും കൂട്ടരെയും നശിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവർക്ക് വേണ്ടി ഭൂമിയോ ആകാശമോ കരഞ്ഞില്ല, ഭൂമിയോ ആകാശമോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു പ്രവർത്തനവും ഈ ഭൂമിയിൽ അവർ ചെയ്തില്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു പ്രവർത്തനവും ഈ ഭൂമിയിൽ അവർ ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമി അവർക്ക് വേണ്ടി കരയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ടു കൂട്ടർ, മരിക്കുന്ന രണ്ടു കൂട്ടർ. ഒന്ന് മുസ്തരിഹ്, മറ്റൊന്ന് മുസ്തറാഹ്. ഒന്ന് റാഹത്തായി രക്ഷപ്പെടുന്നവനാണ്, ആശ്വസിച്ചു പോകുന്നവനാണ്. മറ്റൊന്ന് അവനെ കൊണ്ട് മറ്റുള്ളവർ ആശ്വസിക്കും. ആരാണ് മുസ്തരിഹ്? മുഅ്മിനാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ മരിക്കുന്നതുകൊണ്ട് ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, ദുനിയാവിൻ്റെ നൂലാമാലകളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ അന്ന് ഫാത്തിമയോട് പറഞ്ഞതുപോലെ, ലാ കർബ അല അബീക ബഅദൽ യൗം, മോളെ ഇതാ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ പിതാവിന് യാതൊരു പ്രയാസവുമില്ല. ദുനിയാവിലെ അവസാനത്തെ ദിവസമാണ് മുഅ്മിനുകളുടെ, നബിമാരുടെ, അവരെ പിൻപറ്റിയ മുഅ്മിനുകളുടെ പ്രയാസങ്ങളുടെ അവസാനത്തെ ദിനം. പിന്നെ പ്രയാസമില്ല, പിന്നെ പരലോകമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവരെ കാത്തിരിക്കുന്നത്. അതേസമയം മറ്റൊരുവനുണ്ട്, മുസ്തറാഹുമിൻ, അവൻ മരിച്ചാൽ റാഹത്താകും. ആ റാഹത്താകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്, നാടും നാട്ടുകാരും, നാടും അള്ളാഹുവിൻ്റെ അടിമകളും മരങ്ങളും ജന്തുക്കളും വരെ എന്തു ചെയ്യും? അവൻ്റെ മരണത്തെ ആശ്വസിക്കുമെന്നാണ്. കാരണം അവനെ കൊണ്ട് ഭൂമിയിൽ ഫസാദാണ് ഉണ്ടായത്. ഭൂമിയിൽ തിന്മകൾ ചെയ്യുന്നവർ കാരണത്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അത് ആരെയൊക്കെ ബാധിക്കും? ഭൂമിയിലെ മരങ്ങളെ, മിണ്ടാപ്രാണികളായ ജന്തുക്കളെ, അവരെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് നോക്കൂ, പല തിന്മകളെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അവർക്ക് എല്ലാവരുടെയും ശാപമുണ്ട്. അതുപോലെ ചില നന്മകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉറുമ്പുകൾ വരെ, മത്സ്യങ്ങൾ വരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നെല്ലാം ഹദീസുകളിൽ കാണാം. എന്തുകൊണ്ടാണ്? കാരണം ഭൂമിയിൽ നന്മ നിലനിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഭൂമിയിൽ ഇറങ്ങിയാൽ ഭൂമിയിലെ മിണ്ടാപ്രാണികളായ ജന്തുക്കൾക്കും മരങ്ങൾക്കും വരെ അതിൻ്റെ ഖൈറുണ്ടാകും. ഒരു ഖൈറുമില്ലാത്തവൻ മരിച്ചാൽ, അവൻ ഈ ദുനിയാവിൽ നിന്ന് പോയാൽ ഈ മിണ്ടാപ്രാണികൾക്ക് പോലും ആശ്വാസമാണ് എന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, അവർക്ക് പോലും അവനെ കൊണ്ട് ഉപദ്രവമാണ്. അതുകൊണ്ട് തിന്മ, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് ഈ ഭൂമി പുറത്ത് ചെയ്യുക വളരെ സൂക്ഷിക്കുക. കാരണം ഈ ഭൂമി നമുക്കെതിരിൽ സാക്ഷ്യം പറയും. നീ നന്മ ചെയ്തോളൂ, ഭൂമി നിനക്ക് അനുകൂലമായി സാക്ഷി പറയും. അള്ളാഹു
ഖുർആനിൽ പറയുക യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ നിന്റെ റബ്ബ് അതിന് വഹി നൽകിയത് കാരണത്താൽ യൗമഇദി യസ്ദുറു الناس അഷ്താതൻ ലിയുറൗ അഅമാലഹും യൗമഇദിൻ അന്നേ ദിവസം യസ്ദുറു الناس എന്നാൽ യഖ്റുജു الناس ജനങ്ങളെല്ലാം പുറപ്പെട്ടു പോകും അഷ്താതൻ പല പല കൂട്ടരായി ലിയുറൗ അവർക്ക് കാണിക്കപ്പെടുവാൻ വേണ്ടി അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി അവരതാ പോവുകയാണ്. ഈ പോകുന്നത് ഓരോ കൂട്ടരും ഓരോ ഇടത്തേക്കാണ്. സ്വർഗക്കാർ സ്വർഗത്തിലേക്ക്, നരകക്കാർ നരകത്തിലേക്കാണ് അവരുടെ പോക്കെന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം പുറപ്പെട്ട് അവരുടെ ഖബറുകളിൽ നിന്ന് പുറപ്പെട്ട് ഒരു വിളിക്കുന്നവൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പോകുന്നതാണ്. കഅന്നഹും ജറാദും മുൻതശിർ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വെട്ടുകിളികളെ പോലെ അവരെല്ലാം പോകുന്നതാണ്. ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് ആളുകൾ ഒരു വിളിക്കുത്തരം നൽകി പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കിടയിൽ മുഴുവൻ തീർപ്പ് കൽപ്പിക്കുന്നു. പ്രവർത്തനങ്ങൾ അത് അവിടെ കാണുകയാണ്. ഓരോരുത്തരും അവരുടെ അമലുകൾ നേർക്ക് നേരെ ഹാദിറായി നോക്കി കാണും. വവജദു മാ അമിലു ഹാദിറ, വവജദു അവർ കാണുന്നതാണ്, മാ അമിലു അവർ പ്രവർത്തിച്ചത് എന്താണോ അത് ഹാദിറൻ, അവരത് ഹാജരായി കാണുന്നതാണ്. ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾ കാണും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. فمن ആരാണോ യഅമൽ പ്രവർത്തിക്കുന്നത് മിസ്ഖാല ദർറത്തിൻ ഒരു ദർറത്തിൻ്റെ തൂക്കമെങ്കിലും, ദർറത്ത് എന്നാൽ വളരെ ചെറിയ ഒരു ഉറുമ്പിന് പറയുന്ന പേരാണ്. അതിൻ്റെ മിസ്ഖാൽ എന്നാൽ തൂക്കം. ആ ചെറിയ ഉറുമ്പിൻ്റെ തൂക്കം പോലും ഒരാൾ പ്രവർത്തിക്കുകയാണ്. എന്ത് ഖൈറൻ, ഖൈർ പ്രവർത്തിച്ചാൽ യറഹു അവനത് കാണും. വമൻ യഅമൽ ഇനി ആരാണോ പ്രവർത്തിക്കുന്നത് മിസ്ഖാല ദർറത്തിൻ ഒരു ഉറുമ്പിൻ്റെ തൂക്കമെങ്കിലും ഷർറൻ തിന്മ പ്രവർത്തിക്കുന്നത് യറഹു അവനത് കാണും. നന്മ വളരെ വലുതു മാത്രമേ നന്മയായി ചിലർ കാണുകയുള്ളൂ. തിന്മയും അതുപോലെ വളരെ വലുതിനെ മാത്രമേ തിന്മയായി ചിലർ കാണുകയുള്ളൂ. ഇത് രണ്ടും തെറ്റാണ്. നന്മയോ തിന്മയോ ആകട്ടെ, ഒരു ചെറിയ അണുമണി തൂക്കമാണോ, ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്രയും ഭാരമുള്ളതാണോ? നോക്കൂ നിങ്ങൾ, പഴയ കാലത്തെ അറബികൾ എന്തിനാണ് ഈ ഉറുമ്പിൻ്റെ ഭാരം എന്ന് തൂക്കം പറയുന്നത്? എന്തിനാണ് മിസ്കാലു പറയുന്നത്? കാരണം അത് തൂക്കിയാൽ അവർ തൂങ്ങുകയില്ല. അവരവരുടെ അളവുകൾ വെച്ച് പഴയ കാലത്തെ അളക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ ഉറുമ്പിനെ തൂക്കിയാൽ തൂങ്ങോ? ഇല്ല, അതിനൊരു തൂക്കം കാണുകയില്ല, ഒരു തൂക്കവും അവർ കാണുകയില്ല. അത്രയും നിസ്സാരമായ ഒരു തിന്മയാണോ അതിനെപ്പോലും നീ നിസ്സാരമായി കാണരുത്. അത്ര ചെറിയ ഒരു തിന്മയെ പോലും നിസ്സാരമായി കാണും. അത്രയും ചെറിയ ഒരു നന്മയാണോ അതിനെപ്പോലും നീ നിസ്സാരമായി കാണരുത്. അള്ളാഹുവിൽ അത് വലുതാകാം. തിന്മയും അതെ, നന്മയും തിന്മയും അള്ളാഹുവിൽ വലുതായിരിക്കും. കാരണം നീ നോക്കേണ്ടത് തിന്മയുടെ അതിൻ്റെ വലിപ്പക്കുറവിലല്ല, ആരോടാണ് അത് ചെയ്യുന്നത് അവൻ്റെ വലിപ്പം നീ ആലോചിക്കുക. ആരോടാണ് നീ ധിക്കാരം പ്രവർത്തിക്കുന്നത്, അവൻ എത്ര വലിയവനാണ്, അവനോട് നിനക്ക് എത്ര ബാധ്യതയുണ്ട്, അത് നീ ആലോചിക്കുക. മനുഷ്യരിൽ തന്നെ, പടപ്പുകൾ തന്നെ മാന്യന്മാരായ ആളുകളോട്, വലിയ സ്ഥാനമുള്ള ആളുകളോട് പറയുന്ന ചെറിയ മര്യാദകേടുള്ള വാക്കും ഗൗരവമുള്ളതാണ്. സുഹൃത്തിനോട് നീ പറയുന്ന ഒരു വാക്ക് അത് ആദരിക്കേണ്ട ഒരാളോട് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അതേസമയം മറ്റൊരാളോട് അത് പറഞ്ഞാൽ അത്ര വലുതാവുകയില്ല. നോക്കൂ, ആരോടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. തിന്മയുടെ വലിപ്പക്കുറവിലേക്ക് നോക്കാതിരിക്കുക. നോക്കൂ, ഈ ആയത്ത്, ഈ രണ്ടായത്തുകൾ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചത് അൽ ആയത്തുൽ ജാമിഅ, അൽ ഫാദ്ദ, അൽ ആയത്തുൽ ജാമിഅ എന്നാണ്. അൽ ഫാദ്ദ, അൽ ജാമിഅത്തുൽ ഫാദ്ദ, അൽ ആയത്തുൽ ജാമിഅത്തുൽ ഫാദ്ദ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ജാമിഅത്തായ ആയത്താണ്. ഖൈറിനെയും ഷർറിനെയും കുറിച്ചുള്ള ഏത് ഖൈറാകട്ടെ, ഏതേത് ഖൈറാകട്ടെ, നാവുകൊണ്ട് പറയുന്ന ഒരു നല്ല വാക്ക്, ദിക്ർ പോലെ, നന്മ കൽപ്പിക്കൽ പോലെ, തിന്മ വിരോധിക്കൽ പോലെ, ഖുർആൻ പാരായണം പോലെ, അല്ലെങ്കിൽ പ്രവർത്തനം, ചെറിയൊരു പ്രവർത്തനം, ഒരാളൊരു ഭാരമുള്ള വസ്തു
കയറ്റി വെക്കാൻ ശ്രമിക്കുക, അയാൾക്കത് പൊങ്ങുന്നില്ല. നീ ഒന്ന് നിൻ്റെ കൈ കൊണ്ടത് എടുത്തു വെച്ച് കൊടുക്ക്. നീ വാഹനത്തിലൂടെ പോകുമ്പോൾ ഒരാൾ ആ വാഹനത്തിൽ കയറാൻ വണ്ടിയില്ലാതെ കാത്തു നിൽക്കുക. അയാൾ നിൻ്റെ വാഹനം പുറത്ത് കയറ്റി ആൾക്ക് ഒരു സ്ഥലത്ത് അങ്ങോട്ടേക്ക് അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഇനി അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല എങ്കിൽ ഒരല്പം അയാളുടെ ദൂരം ഒന്ന് കുറച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഒന്ന് സഹായിക്കുക. അതുപോലും ഒരു മുള്ള് വഴിയിൽ ആളുകൾ നടന്നു പോകുന്നിടത്ത് കണ്ടാൽ അത് വശത്തേക്ക് മാറ്റിവെക്കൽ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ, നല്ല പ്രസന്നമായ മുഖത്തോടെ അവനെ അഭിമുഖീകരിക്കൽ. ഇനി തിന്മകളും അതെ, ഇതുപോലെ ആലോചിച്ച് നോക്കുക. ചെറിയൊരു വാക്കോ മോശമായൊരു വാക്കോ ഒരു നോട്ടമോ എന്താകട്ടെ ഒന്നിനെയും നിസാരമായി കാണാൻ പാടില്ല. കാരണം ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇതെല്ലാം നാളെ പരലോകത്ത് തൂക്കി നോക്കുന്നതാണ്. ഇതിലേത് അളവിലാണ്, എവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് നമുക്കറിയില്ല, എവിടെയാണ് നമ്മുടെ ശിക്ഷക്ക് കാരണമായി തീരുക നമുക്കറിയില്ല. കാരണം ഇതെല്ലാം തൂക്കപ്പെടും, അള്ളാഹുവിങ്കിൽ ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടും. ഇനി പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് ദുനിയാവിലെ സ്ഥിതിയാണെങ്കിൽ പരലോകത്തെത്തിയാൽ ഒരാൾ ഒരു പർവ്വതം കണക്ക് സ്വർണം അയാളുടെ കയ്യിലുണ്ട്, ഇതെല്ലാം ദാനം ചെയ്യാമെന്ന് പറഞ്ഞാലും അവിടെ സ്വീകരിക്കപ്പെടുകയില്ല, അതിനവസരമില്ല. ദുനിയാവ് ഒന്നാകെ ഒരാളുടെ കയ്യിലുണ്ട്, അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവിടെ കാര്യമില്ല. ഈ ദുനിയാവിലോ ഒരു മിസ്കാൽ ദർറ, ഒരു ഉറുമ്പിൻ്റെ തൂക്കമുള്ളതാണ് എങ്കിൽ പോലും സ്വീകരിക്കപ്പെടും. ഇങ്ങനെ എല്ലാ ഖൈറിനെ കുറിച്ചും എല്ലാ ഷർറിനെ കുറിച്ചുമുള്ള നിയമം ഈ ആയത്തിലുണ്ട്. ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ശർറൻ യറ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശേഷിപ്പിച്ചത് അൽ ആയത്തുൽ ജാമിഅ അൽ ഫാദ്ദ. ഫാദ്ദ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊന്നില്ല എന്നാണ്, ഇതുപോലെ മറ്റൊന്നില്ല ആ അർത്ഥം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാനുള്ള കാരണം? നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ ഖൈലു ലിറജുലിൻ അജ്ർ വലിറജുലിൻ സിത്ർ വഅലാ റജുലിൻ വിസ്ർ. അൽ ഖൈലു, ഖൈൽ എന്നാൽ എന്താണ്? കുതിര. ലിറജുലിൻ അജ്ർ, അത് ഒരാൾക്ക് പ്രതിഫലമാണ്. വലിറജുലിൻ സിത്ർ, മറ്റൊരാൾക്ക് അത് സിത്റാണ്, അഥവാ അയാളുടെ പാപങ്ങൾ മറച്ചുവെക്കപ്പെടാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരും. വഅലാ റജുലിൻ വിസ്ർ, ഇനി മറ്റൊരുത്തിന് അത് കുറ്റമായിരിക്കും. ഒരേ വസ്തുവാണ്, ഒരേ ജന്തുവാണ്. ഒരുവൻ അത് പ്രതിഫലത്തിന് കാരണമാകുന്നു, മറ്റൊരുവൻ രക്ഷപ്പെടാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു, വേറൊരുത്തിന് അത് ശിക്ഷയായി തീരും. എങ്ങനെയാണ്? ഫഅമ്മല്ലദീ ലഹു അജ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂന്നും വിശദീകരിക്കാൻ. ആർക്കാണ് പ്രതിഫലമായി തീരുക? ഫറജുലുൻ റബതഹ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഇസ്ലാമിക സൈന്യത്തിനു വേണ്ടിയോ മറ്റോ ഒരാൾ അതിനെ ഉപയോഗിച്ചു, യുദ്ധത്തിന് ഉപയോഗിച്ചു. ഫഅതാല ബിഹാ ഫീ മർജിൻ ഔ റൗദ, അങ്ങനെ അതിനെ അയാൾ മേയ്ക്കുകയാണ് വിശാലമായ ഒരുപാട് മരങ്ങളും സസ്യങ്ങളും മറ്റുമുള്ള ഒരു ഭൂമിയിൽ, ഔ റൗദ അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ. فما أصابت في طيلها ذلك من المرجع أو الروضة كانت له حسنات. എന്നിട്ട് അതിനെ അയാൾ വലിയൊരു കയർ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. വലിയ കയർ എന്നാൽ ആ കയറിൻ്റെ പരിധിയിലൊക്കെ കുതിരക്ക് പോയി തിന്നാൻ പറ്റും. അങ്ങനെ ഈ വിശാലമായ ഭൂമിയിലോ അല്ലെങ്കിൽ തോട്ടത്തിലോ പോയി ഇത് കഴിക്കുമ്പോഴെല്ലാം, ഇത് കഴിക്കുന്നതിനനുസരിച്ച് ഓരോന്നിനനുസരിച്ച് ഇദ്ദേഹത്തിന് പ്രതിഫലമാണ്, ഇദ്ദേഹത്തിനത് നന്മകളായി രേഖപ്പെടുത്തപ്പെടും. വലൗ അന്നഹു ഖതഅ തീലുഹാ, അതിൻ്റെ കയറ് പൊട്ടിപ്പോയി, ഫസ്തന്നത് ഷറഫൻ ഔ ഷറഫൈൻ, അങ്ങനെ കയറ് മുറിഞ്ഞ കുതിര വലിയ ഒരു കുന്നിൻ്റെ മുകളിലോ രണ്ട് കുന്നുകളുടെ മുകളിലോ ഒക്കെ പോയാൽ അത് പോകുന്ന അതിൻ്റെ കാലടികളും വ അർവാസുഹ, അതിൻ്റെ കാഷ്ടം പോലും ഹസനാത്തില്ല, ഇയാൾക്ക് നന്മയായി രേഖപ്പെടുത്തപ്പെടും, ഓരോന്നും. വലൗ അന്നഹ മറത്ത് ബിനഹരിൻ, അതൊരു നദിയുടെ അരികിലൂടെ കടന്നുപോയി, ഫശരിബത് മിൻഹു വലം യുരിദ് അൻ യസ്ഖി, എന്നിട്ട് ആ നദിയിൽ നിന്ന് അത് കുടിച്ചു, അയാൾ അതിന് വെള്ളം കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവിടെ കുടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാന ദാലിക ഹസനാത്തിൻ ലഹ്, അതും അയാൾക്ക് പ്രതിഫലമായി തീരും. ഫഹിയ ലിദാലിക അജ്ർ, അങ്ങനെ ആ കുതിര അവന് അജ്റാണ്, പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ടാമനെ കുറിച്ച്, വറജുലുൻ റബതഹ, മറ്റൊരാൾ ആ കുതിരയെ കെട്ടി അതിനെ ഉപയോഗിക്കുകയാണ്, തഗന്നിയൻ വ തഅഫുഫൻ, യുദ്ധത്തിനോ മറ്റുമോ ഒന്നുമല്ല,
അയാളുടെ ആവശ്യങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ കൈനീട്ടുകയോ മറ്റോ ചെയ്യാതെ സ്വന്തം സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ കുതിരയെ ഒരു മുസ്ലിം ഉപയോഗിക്കുകയാണ്. ثم لم ينس حق الله في رقابها ولا ظهورها. എന്നിട്ട് അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കഴുത്തിലും അതിൻ്റെ മുതുകിലുമുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യത അയാൾ മറന്നു കളഞ്ഞിട്ടില്ല. എന്താണ് കഴുത്തിലും മുതുകിലുമുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ, ഈ കുതിരയെ ഒരാൾ വിൽപ്പന ചരക്കായിട്ടാണ് വെച്ചത് എങ്കിൽ വിൽപ്പന വസ്തുവിന് എന്തുണ്ട്? സക്കാത്തുണ്ട്. അതല്ലാതെ കുതിരയ്ക്ക് എന്തില്ല? സക്കാത്തില്ല. ആടിനും ഒട്ടകത്തിനും പശുവിനൊക്കെ എന്തുണ്ട്? സക്കാത്തില്ല. നിശ്ചിത എണ്ണം എത്തിയാൽ അതിനൊന്നിനെ കൊടുക്കണം. അത് അയാൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചാലും അല്ലെങ്കിലും. അതേസമയം കുതിരയ്ക്ക് എന്തില്ല? വിൽപ്പന വസ്തുവാക്കിയാൽ മാത്രമേ സക്കാത്തുള്ളൂ. അതല്ലാതെ കുതിര ഒരാളുടെ എത്ര ഉണ്ടായാലും ശരി അയാൾ അതിന് സക്കാത്ത് നൽകേണ്ടതില്ല എന്നാണ് ഇസ്ലാമിലെ നിയമം. ശരി, അതിൻ്റെ ഈ രൂപത്തിൽ സക്കാത്ത് ഉണ്ട് എങ്കിൽ അത് കൊടുക്കുക. അതുപോലുള്ള ബാധ്യത വല ബുഹൂരിഹ, അതിൻ്റെ പുറത്ത് ഉള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ വല്ലവരുടെയും സാധനങ്ങൾ അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടാനോ അല്ലെങ്കിൽ ആളുകൾ അതിൻ്റെ പുറത്ത് കയറ്റാനോ ജനങ്ങൾ ഒരു ദൂരം താണ്ടാൻ വേണ്ടി സഹായിക്കുക, ഇങ്ങനെയുള്ള ബാധ്യതകളൊന്നും അയാൾ മറന്നില്ല. ഫഹിയ ലിദാലിക സിത്റു, അത് അയാൾക്ക് സിത്റാണ്. അയാളുടെ പാപങ്ങൾ നാളെ മറച്ചു വെക്കപ്പെടാൻ പൊറുക്കപ്പെടാൻ കാരണമാകും. മൂന്നാമത്തെ ആളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറജുൻ റബതഹ, മൂന്നാമൻ ആ കുതിരയെ കെട്ടിയിട്ടു, ഫഖ്റൻ പൊങ്ങച്ചമായിക്കൊണ്ട്, വരിയാൻ ആളുകളെ കാണിക്കാൻ, വനിവാഅൻ ലി അഹ്ലിൽ ഇസ്ലാം മുസ്ലിമീങ്ങളോട് ദ്രോഹം പ്രവർത്തിക്കാൻ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനോ മറ്റോ അയാൾ അതിനെ കെട്ടിയിട്ട് അതിനുപയോഗിച്ചു. ഫഹി അലാ ദാലിക വിസ്റു, അതവന് കുറ്റമാണ്. ഇത് കുതിരയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ആളുകൾ ചോദിച്ചു, അനിൽ ഹുമുർ, കഴുതകളെക്കുറിച്ച്. അതിൻ്റെ കാര്യം എന്താണ്? കുതിരയുടെ കാര്യമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, കുതിരകൾ ഈ രൂപത്തിൽ ആളുകൾക്ക് 3 രൂപത്തിലായിത്തീരുമെങ്കിൽ ഹുമുറിൻ്റെ കഴുതകളുടെ സ്ഥിതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉൻസില അലയ്യ ഫീഹാ ഷൈഉൻ, അതേക്കുറിച്ച് എനിക്കൊന്നും അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ഹാദിഹിൽ ആയത്തുൽ ജാമിഅത്തുൽ ഫാദ്ദ, ഈ ആയത്ത് ഒഴികെ. എങ്ങനെയുള്ള ആയത്താണ്? ജാമിഅ ഫാദ്ദ, എല്ലാ നന്മയും തിന്മയും അതിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന തുല്യതയില്ലാത്ത ഈ ആയത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതുകൊണ്ട് കുതിരയെക്കുറിച്ചാണ് ആ പറഞ്ഞത് എങ്കിൽ ബാക്കിയുള്ള എന്താകട്ടെ, ഒരാൾ അതിൽ ഖൈർ ഉദ്ദേശിച്ചോ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, തിന്മയാണ് ഉദ്ദേശിക്കുന്നത്, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതുകൊണ്ട് ഒരിക്കലും ചെറുതോ വലുതോ ആയ നന്മയെ നിസാരമാക്കരുത്, തിന്മയും നിസാരമാക്കരുത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വലൗ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിലൊന്നിനെയും നിങ്ങൾ നിസാരമാക്കരുത്. വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫി ഇനാഇൽ മുസ്തസ്ഖി, വെള്ളമെടുക്കുന്ന ഒരാൾക്ക് നിന്റെ ദൽവിൽ നിന്ന്, നിന്റെ ബക്കറ്റിൽ നിന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പോലും, അതിനെ പോലും നീ നിസാരമാക്കരുത്. വലൗ അൻ തൽഖ അഖാക, നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കുക എന്നതുപോലും. എങ്ങനെ? വവജ്ഹുക ഇലൈഹി മുംബസത്, നിന്റെ മുഖം അവനോട് പ്രസന്നമായ നിലയിലാണ് ഉള്ളത്, ചിരിച്ചുകൊണ്ടാണ് അവനെ അഭിമുഖീകരിക്കുന്നത്, അതുപോലും നീ നിസാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, യാ നിസാഅൽ മുഅ്മിനാത്ത്, ഓ മുഅ്മിനുകളായ സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹ, ഒരു പെണ്ണ് തൻ്റെ അയൽവാസിയായ സഹോദരിക്ക്, അയൽവാസിയായ പെണ്ണിന് നിസാരമായ ഒന്നുപോലും, ഒരു ചെറിയ ഒരു കാര്യം പോലും കൊടുക്കുന്നത് നിസാരമായി കാണരുത്. ഒരു കാര്യവും തന്നെ കൊടുക്കുന്നത് നിസാരമായി കാണരുത്. വലൗ ഫിർസന ഷാത്തിൻ, ഒരു ആടിൻ്റെ അതിൻ്റെ കാൽഭാഗത്തുള്ള കുളമ്പ് ഭാഗത്തുള്ള ഭാഗമുണ്ട്, നിസാരമായ ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും എന്ത് ചെയ്യരുത്,
കൊടുക്കുക എന്നത് നിസാരമായി കാണരുത്. കാരണം അയൽവാസിക്ക് നീ കൊടുക്കുക എന്നതിൽ കൊടുക്കുന്നത് എന്താണ് എന്നത് മാത്രമല്ല, നീ അവനെ പരിഗണിച്ചു, നിനക്ക് അവൻ്റെ ഓർമ്മയുണ്ട് എന്ന കാര്യം കൂടി അതിലുണ്ട്. നീ അവനെ പരിഗണിച്ചു, നീ അവനെ ഓർക്കുന്നു, അവനെ മറന്നിട്ടില്ല എന്നതുപോലും അതിലുണ്ട്. അതുപോലെ തന്നെയാണ് ഏത് കാര്യങ്ങളും. ഇവിടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നീ നിൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ്, അവരുടെ മനസ്സിൽ സന്തോഷം നിറക്കാൻ അള്ളാഹുവിങ്കിൽ അജ്ർ പ്രതീക്ഷിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടി ദാഹിച്ചു വന്ന് വെള്ളത്തിന് ചോദിച്ചാൽ അതിന് വെള്ളം കൊടുക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിച്ചു പറഞ്ഞ പോലും വെള്ളം കൊടുത്താലുള്ള പ്രതിഫലം ഓർക്കുക. അള്ളാഹു നാളെ പരലോകത്ത് വലിയ പ്രതിഫലം ഏകുന്നതാണ്. അത് നിൻ്റെ കുട്ടി കൊടുക്കുമ്പോൾ പ്രതീക്ഷിച്ചുകൊള്ളു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കരീമാണ്, അവൻ അത്യുദാരനാണ്. അവൻ്റെ അരികിൽ നീ ഒരു നന്മയെയും നിസാരമാക്കി കളയരുത്, ഒരു തിന്മയും നിസാരമാക്കി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, റുദ്ദു സ്സായില വലൗ ബിദിൽഫിൻ മുഹറഖിൻ. നിങ്ങൾ ഭക്ഷണം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഇതുപോലെ കരിഞ്ഞുപോയ ഒരു ആടിൻ്റെ കാൽഭാഗം, കരിഞ്ഞുപോയൊരു ഭക്ഷണം അതാണെങ്കിൽ പോലും കൊടുത്തേക്ക്. ആളുകൾ സമ്പത്ത് ചെലവഴിക്കുന്നു, ഒരാളുടെ കയ്യിലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് പിശുക്ക് അയാളെ പിടികൂടിയിരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുക? ഇത് കീശയെ ബാധിക്കാത്ത ചെറുതെങ്കിലും കൊടുക്കുക. വലുത് കൊടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയേ കയ്യിലുള്ളൂ, അല്പമെങ്കിലും കൊടുക്കുക. അള്ളാഹുവിന് വേണ്ടി നീയത്ത് നന്നാക്കി അല്പമെങ്കിലും കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് ചെയ്യും. അള്ളാഹു അത് വലിയ ഖൈറായി സ്വീകരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് തിന്മകളുടെ കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, യാ ആയിഷ ഇയ്യാകി വമുഹഖിറാത്തി ദുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി താലിബൻ. യാ ആയിഷ, ഓ ആയിഷ, ഇയ്യാകി വമുഹഖിറാത്തി ദുനൂബ്, തിന്മകളെ നിസാരമാക്കി കളയുന്ന കാര്യങ്ങളെ നീ സൂക്ഷിക്കുക. തിന്മ ഒരിക്കലും നിസാരമാക്കി കളയരുത്. ഫഇന്ന ലഹാ മിനല്ലാഹി താലിബൻ, അള്ളാഹുവിങ്കിൽ നിന്ന് അതിനെ തേടി വരുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞാൽ നീ നിസാരമാക്കിയ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്കത് നിസാരമായിരിക്കും, പക്ഷെ അള്ളാഹു അത് രേഖപ്പെടുത്താൻ മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ രണ്ട് ആയത്തുകളിൽ പറഞ്ഞ കാര്യം മിസ്കാലു ദർറത്താണ് അള്ളാഹു പറഞ്ഞത്, ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്രയുമുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളത് എന്തായിരിക്കും? ചെറുതിങ്ങനെയാണ് എങ്കിൽ ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹ്, അവനത് കാണും. ഇത്ര നിസാരമായ നന്മയാണ് എങ്കിൽ പോലും നീ അത് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഅമൽ മാ ശിഅത ഫഇന്നക മുലാഖീഹ് വഅഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖ്. നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ, പക്ഷേ പ്രവർത്തിച്ചത് നീ കാണുക തന്നെ ചെയ്യും. നീ ഉദ്ദേശിക്കുന്നതിനെ നീ ഇഷ്ടപ്പെട്ടോളൂ, ആരെ വേണമെങ്കിലും, പക്ഷേ നീ ഇഷ്ടപ്പെട്ടതിനെ നീ പിരിയും എന്ന് പറഞ്ഞാൽ ഏത് മോശക്കാരെ ഇഷ്ടപ്പെടാനുള്ള കൽപ്പനയല്ലത്. അതിനർത്ഥം ആരെ നീ സ്നേഹിച്ചാലും, എന്തിനു നീ ഇഷ്ടപ്പെട്ടാലും സ്നേഹിച്ചാലും നീ അതിനെ പിരിയും ദുനിയാവ്. കാരണം ദുനിയാവ് അത് പിരിയാനുള്ളതാണ്, വിട്ടുപോകാനുള്ളതാണ്. പക്ഷെ ആമലോ യഅമൽ മാ ശിഅത, നീ എന്തു ചെയ്താലും ശരി, നന്മയോ തിന്മയോ ആകട്ടെ, ഫഇന്നക മുലാഖീഹ്, നീ അത് കാണും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. മനുഷ്യ, നീ നിന്റെ റബ്ബിലേക്ക് ഒരധ്വാനം അധ്വാനിച്ച് ചെല്ലുന്നവനാണ്, ഫമുലാഖീഹ്, എന്നിട്ടത് കാണുന്നവനാണ്. അതുകൊണ്ട് മിസ്ഖാലു ദർറത്ത് കാണുമെങ്കിൽ അതിന് മുകളിലുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഓരോ അമലും അള്ളാഹുവിങ്കൽ അവൻ ഒരിക്കലും വിട്ടുകളയുകയോ മറക്കുകയോ ചെയ്യാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മറക്കാതിരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അമലുകൾ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بلغنا رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن، وتقبلها منا يا رب العالمين. اللهم توفنا مسلمين وألحقنا بالصالحين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.